നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഇറാനിലെ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭത്തിൽ ഇടപെടുമെന്ന് ആവർത്തിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിൽ 2000-ലേറെ പേർ ഇതിനകം കൊല്ലപ്പെട്ടുവെന്നും 10,000-ഓളം പ്രക്ഷോഭകാരികൾ തടവിലാണെന്നുമാണ് ഇറാനിൽ നിന്നുള്ള അനൌദ്യോഗിക വിവരം. യഥാർത്ഥ കണക്കുകൾ ഇന്റർനെറ്റ് ബ്ലാക്കൌട്ടിനെ തുടർന്ന് ലഭ്യമായിട്ടില്ല. ഇറാനിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണെന്നും പ്രക്ഷോഭകാരികളിൽ ഒരാളെ പരസ്യമായി തൂക്കിലേറ്റാനുള്ള തീരുമാനത്തിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിനായാണ് ഖംനെയ്ക്കെതിരായ യുദ്ധപ്രഖ്യാപനം നടത്തിയെന്ന് ആരോപിച്ച് ഇർഫാൻ സുൽത്താനി എന്ന 26-കാരനെ ഇറാൻ തൂക്കിലേറ്റാനൊരുങ്ങുന്നത്. കറാച്ച് പ്രവിശ്യയിൽ നടന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിനിടെയാണ് ഇർഫാനെ പട്ടാളം പിടിച്ചുകൊണ്ടുപോയത്. ഇറാനിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണെന്നും കൃത്യസമയത്ത് ശക്തമായ നടപടിയെടുക്കുമെന്നും ഇർഫാനെ തൂക്കിലേറ്റിയാൽ ഇറാൻ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു. 20 മിനിറ്റിനുള്ളിൽ ഇറാനിലെ കൃത്യമായ ചിത്രം തനിക്ക് ലഭിക്കുമെന്നും അതിനുശേഷം ഉചിതമായ നടപടിയുണ്ടാകുമെന്നുമായിരുന്നു ട്രംപ് മിഷിഗണിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇറാനിലെ ജനങ്ങൾ പ്രക്ഷോഭം തുടരണമെന്നും സഹായം പുറപ്പെട്ടു കഴിഞ്ഞുവെന്നും ട്രംപ് ഇന്നലെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇറാനെ US ആക്രമിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളും പരന്നിരുന്നു. ഇറാനെ ആക്രമിച്ചാൽ ട്രംപ് ഒരിക്കലും മറക്കാത്ത തിരിച്ചടി നൽകുമെന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. 734-ലധികം പേർ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഇറാനിൽ നിന്നുള്ള ഒടുവിലെത്തിയ ഔദ്യോഗിക കണക്ക്. ഇതിൽ പ്രായപൂർത്തിയാകാത്ത 9 പേരുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. Subscribe to One India and never miss an update.